പാലക്കാട്ട് ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് BEML പ്ലാന്റിൽ നിർമ്മിക്കുന്ന ആദ്യ ഉൽപ്പന്നം ഈ മാസം അവസാനം പുറത്തിറങ്ങും. ചട്ര മിലിറ്ററി ട്രക്കായിരിക്കും ആദ്യം നിർമ്മിക്കുക. ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പ്ലാന്റ് തിങ്കളാഴ്ചയോടെ പൂർണ്ണതോതിൽ പ്രവർത്തനം തുടങ്ങും. സംസ്ഥാനത്തിന്റെ വ്യവസായ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണ് BEML പ്ലാന്റിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. പ്രതിരോധ വകുപ്പിന് ആവശ്യമായ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ മാത്രമുള്ള കേന്ദ്രമാണിത്. ഉയർന്ന മൊബിലിറ്റിയുള്ള ഓൺ റോഡ് മിലിറ്ററി വാഹനങ്ങൾ, മിൽ വാഗണുകൾ, ഒഴുകി നടക്കുന്ന തരത്തിലുള്ള PMS പാലങ്ങൾ, റെയിലിനും മെട്രോ കാറുകൾക്കുമുള്ള ഭാഗങ്ങൾ എന്നിവയായിരിക്കും പാലക്കാട് നിർമ്മിക്കുക. ബോഗി ഫ്രെയിമുകൾ, സൈഡ് വോൾ, എൻഡ് വോൾ, റെയിൽ കോച്ച് ബോഗി ഫ്രെയിമുകൾ എന്നിവയും പാലക്കാട് പ്ലാന്റിൽ നിർമ്മിക്കും. And we'll also take up maintenance of those equipments for the entire lifetime. That means if an equipment can work for 10 years, we will take care of that machine for 10 years. ITI എഞ്ചിനീയറിംഗ് യോഗ്യതയുള്ള 200 പേരെ കേരളത്തിൽ നിന്നും പാലക്കാട് പ്ലാന്റിലേക്ക് നിയമിച്ചു കഴിഞ്ഞു. ഉൽപാദനക്ഷമത, ലാഭം എന്നിവ കണക്കാക്കി രണ്ടാം ഘട്ട വികസനം നടപ്പാക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. So I would like to appeal to all the people who are going to work for us in Kerala, treat this institution as your mother. Grow in your generation, you should grow in next generation. ഞായറാഴ്ച വൈകുന്നേരം 4-ന് മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യും. പ്രതിരോധ മന്ത്രി AK ആന്റണി അധ്യക്ഷത വഹിക്കും. 260 കോടി രൂപ നിക്ഷേപവുമായിട്ടാണ് BEMLന്റെ 4ാമത്തെ പ്ലാന്റ് പാലക്കാട് കഞ്ചിക്കോട് തുടങ്ങുന്നത്. മനോരമ